അമ്മേ 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 അഭയം തവ പദകമലം ആകാശരൂപിണി അന്നപൂർണേശ്വരി അഭയം തവ പദകമലം. എല്ലാ ഭക്തന്മാർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലേ? ഞാനിപ്പോൾ ഇന്ന് ആകാശത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു വരി പാട്ട് പാടിയത്. നമ്മളുടെ ഈ ദൃശ്യ രൂപങ്ങളെല്ലാം ഉണ്ടാക്കിയ പഞ്ചഭൂതങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഭൂതമാണ് ആകാശം. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആകാശത്തിന് ഒരു പ്രത്യേക, വായുവിനെ പോലെ തന്നെ പ്രത്യേക ഒരു ദിവ്യത്വമുണ്ട്. ആ ശരീരത്തിൽ ഈ ദിവ്യത്വമുള്ള ആകാശം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ദൈവം എന്ന് എല്ലാ വസ്തുക്കളെയും വിളിക്കുന്നത്. കാരണം ഈ ആകാശം സർവ സ്ഥലങ്ങളിലും ഈ പരന്ന് വ്യാപിച്ച് കിടക്കുന്നതുകൊണ്ട് നമ്മളുടെ ഭൂമിക്ക് മേലെയും താഴെയും ചുറ്റും എല്ലാം ആകാശം തന്നെയാണ്. ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടാക്കിയതും ആകാശം തന്നെയാണ്. ഈ ആകാശത്തെയാണ് നമ്മൾ ചൈതന്യം എന്ന് വിളിക്കുന്നത്. ആ ആകാശം നമ്മളുടെ ഉള്ളിൽ രക്തമായിട്ടും മജ്ജയായിട്ടും മറ്റുള്ള എല്ലാ അസ്ഥികളായിട്ടും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ആകാശമാണ്. അതായത് ഈ ആകാശം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവൃത്തിയും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വായു, ഭൂമി, അഗ്നി, ജലം, ആകാശം. അതുകൊണ്ട് ഈ ആകാശത്തിലാണ് ശരിക്ക് എല്ലാവിധ ശക്തിയും ചൈതന്യവും ഉൾക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പാട്ട് പാടിയതിനെ അമ്മേ അമ്മേ ആകാശരൂപിണി. ആകാശരൂപിണി അമ്മ എന്ന് പറഞ്ഞാൽ പരമാത്മാവ്, പരബ്രഹ്മം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പരബ്രഹ്മം തന്നെയാണ് ഈ കാണുന്ന സർവ ചരാചരങ്ങളും അമ്മ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെയല്ല, ഈശ്വരൻ വേറെയല്ല. ഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ തന്നെയാണ് ഈ ചൈതന്യം. ചൈതന്യമാണ് ഈ കാണുന്ന എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ ദൃശ്യരൂപങ്ങളും ഈ ആകാശം എന്ന് പറയുന്ന ചൈതന്യം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയൊരു കാര്യം പറയാനും ഇന്ന് വന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. ഇനി സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളിത് ഈ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ഇത് അറിയാത്ത ആളുകളുണ്ട്. ആകാശം കൊണ്ടാണ്, ആകാശം എന്ന് പറഞ്ഞാൽ ശൂന്യമായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ശൂന്യതയിൽ നിന്നാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ശൂന്യത എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൂടാ, ചൈതന്യം ശൂന്യതാണ്. കാരണം ഇല്ലാത്ത നിരാകാരിയാണ് ഭഗവാൻ. നിരാകാരി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ജ്ഞാനസ്വരൂപമാണ്. അതുകൊണ്ട് ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഈ ആകാശം എന്ന് പറയുന്ന ഈ ശക്തിയെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം തരാം. നന്ദി, നമസ്കാരം.